മുൻപത്തേത് വഖഫ് ഭൂമി അല്ലെന്ന ഹൈക്കോടതി ഉത്തരവിൽ സന്തോഷമുണ്ടെന്ന് മുൻപം സമരസമിതി പ്രതികരിക്കുകയും ചെയ്തു. ഒപ്പം നിന്ന് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും നന്ദി പറയുകയാണ് സമരക്കാർ. സൈഫുന്നിസ അലിയാർ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. സൈഫുന്നിസ, വലിയ ആശ്വാസം. കാലങ്ങളായി അവരൊരു നിയമ പോരാട്ടത്തെ ഇങ്ങനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. സമരങ്ങൾ അനവധിയായി കണ്ടതാണ്. അവർ ഒടുവിൽ ഈ സന്തോഷം പങ്കുവയ്ക്കുന്നു. എങ്ങനെയായിരുന്നു അവരുടെ പ്രതികരണം? സംഗീത, കഴിഞ്ഞ ഒരു വർഷത്തോളമായി മുനമ്പം ജനത നിരാഹാര സമരത്തിലായിരുന്നു. ഇന്ന് 363-ാം ദിവസമാണ് ഇവരുടെ സമരം. ഞായറാഴ്ച 365 ദിവസം, അതായത് ഒരു വർഷം തികയാൻ പോകുമ്പോഴാണ് 2 ദിവസം മാത്രം ശേഷിക്കെ ഒരു നിർണായക ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആ ഉത്തരവിൽ ഏറെ ആശ്വാസത്തിലാണ് ഈ മുനമ്പം ജനത. കാരണം പല രീതിയിലുള്ള സമരം, പന്തം കൊളുത്തി സമരം നടത്തി, അതിനുശേഷം കടലിൽ ചാടിയുള്ള സമരം നടത്തി, അങ്ങനെ നിരാഹാര സമരം തുടരുകയാണ്. അങ്ങനെ ഒരുപാട് സമരങ്ങൾ, ഒരുപാട് പേരുടെ വാതിലുകൾ മുട്ടുന്നു. പക്ഷേ ഒരു കാര്യത്തിലും ഇവർക്ക് നീക്കുപോക്കുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തായാലും അതിനൊരു അനുകൂലമായ തീരുമാനം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ മുനമ്പം സംരക്ഷണ സമിതിയുടെ ബെന്നി ജോസഫ് നമുക്കൊപ്പം ഉണ്ട്. ചേട്ടാ, ഏറെ കാലമായുള്ളൊരു നിയമ പോരാട്ടമാണ്. നമ്മൾ എപ്പോഴും ഹൈക്കോടതിയിൽ കാണാറുണ്ട് ചേട്ടന് ഒരുപാട് പ്രായമായ അമ്മമാരെയും കൊണ്ട് ഈ കേസ് നടത്തിപ്പിനായി നടക്കുന്നത്. ഇപ്പോൾ അതിനൊക്കെ ഒരു ആശ്വാസമായിരിക്കുകയല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞങ്ങൾ നടത്തിയ ഒരു പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ അതൊരു വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. 1975 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് ഫറൂഖ് കോളേജിന് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് 1989 താമസിച്ചുകൊണ്ടിരുന്ന ഭൂമി ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിക്കുന്നത്. അതിനുശേഷം 2008 വഖഫ് സംരക്ഷണ വേദിക്കാരാണ് ഇതിൻ്റെ പിന്നാലെ ഇത് വഖഫാണെന്ന് പറയുകയും ഈ നീണ്ട യുദ്ധത്തിലേക്ക് ഞങ്ങളെ വലിച്ചിഴക്കുകയും ഞങ്ങളുടെ 4 വർഷം ഞങ്ങളെ ഒരു 40 വർഷത്തെ താഴേലേക്കാക്കുകയും ചെയ്തിരിക്കുകയാണ്. അന്ന് പൊന്നും വില കൊടുത്ത് വാങ്ങിയ ഭൂമി, അന്ന് പൊന്നും വില കൊടുത്ത് ഞങ്ങൾ വാങ്ങിച്ച ഭൂമിയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കേരള സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, സിംഗിൾ ബെഞ്ചിൽ ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചപ്പോൾ അതിനെതിരെ വെക്കാൻ ഗവൺമെൻറ്റിന് അധികാരമില്ല എന്നും പറഞ്ഞ് വീണ്ടും വഖഫ് സംരക്ഷണ വേദിക്കാരും വഖഫ് സംരക്ഷണ സമിതിക്കാരും കൊടുത്ത കേസാണ് ബെച്ചു കുര്യൻ്റെ ബെഞ്ച് അത് ജുഡീഷ്യൽ കമ്മീഷനെ അനുവദിക്കേണ്ട എന്ന് പറഞ്ഞത്. പക്ഷെ അതിനെതിരെ ഗവൺമെൻറ് ഡിവിഷൻ ബെഞ്ചിൽ പോയി ബഹുമാനപ്പെട്ട ജസ്റ്റിസുമാരായ ശുശ്രൂഷ അധികാരിയും അതേപോലെ തന്നെ ശ്യാം സ്റ്റേ ചെയ്തു. പിന്നീട് ഇപ്പോൾ ഇന്ന് ഓർഡറും വന്നു തുടരാമെന്ന്. ഇനി ഇപ്പോൾ എങ്ങനെയാണ് സമരം മുന്നോട്ട് പോകുന്നത്? എങ്ങനെയായിരിക്കും ഇനിയിപ്പോൾ ഞങ്ങൾ സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. ഞങ്ങൾ നടത്തിയ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് ലീഗൽ അഡ്വൈസറായിട്ട് ഞങ്ങൾക്കിപ്പോൾ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രതികരണം എടുക്കുന്നത് തുടർന്നോളുക. ഞാനൊന്ന് ഇടപെടുകയാണ്. എന്താണെങ്കിലും അവർ വലിയ സന്തോഷത്തിലാണ്. 363-ാം ദിവസമാണ് ഈ ഹൈക്കോടതിയുടെ നിർണായക വിധി വരുന്നത് എന്നുള്ളതും ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ്. സൈഫുന്നിസ അലിയാനാണ് വിശദമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.